ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രേ. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിൻ്റെ 46 മുതൽ 54 വരെയുള്ള 8 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 46 to 54. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദാ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ച മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. നല്ല വചനമോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ആത്മീക വിഷയമാണ് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭം യേശു ആദ്യം നടത്തുന്നു. 2ാമത് വീണ്ടും യേശു ഒരത്ഭുതം അവിടെ ചെയ്യുന്നു. ചരിത്രം ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്നു. വാക്യം, ദൈവത്തിന് സ്തോത്രം. 50-ാം വാക്യം ശ്രദ്ധിക്കുക. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ശ്രദ്ധിക്കണം. അതിന് ഒരു വാക്യം കൂടെ മേളി വായിച്ചാട്ട്.
രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. 47-ാം വാക്യം കൂടെ. യേശു യഹൂദദേശത്തുനിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കെ കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണമെന്ന് അവൻ വന്നവനെ സൗഖ്യമാക്കണം, യേശു വന്ന് അവനെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. ലോകത്തിന് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വരുമ്പോൾ നിനക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരിടമാ ദൈവസന്നിധി. ഒരാമീൻ പറഞ്ഞാട്. അവിടെ സൗഖ്യമുണ്ട്, അവിടെ പരിഹാരമുണ്ട്, അവിടെ നീക്കുപോക്കുണ്ട്, അവിടെ വിജയം ഉണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമീൻ പറഞ്ഞ. നിങ്ങളുടെ ഏത് പ്രശ്നം കൊണ്ട് കർത്താവിൻ്റെ അടുക്ക വന്നാൽ ആ പ്രശ്നത്തിന് തക്ക പരിഹാരം. ബൈബിളിലെ വാക്ക്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറയാണ്. ഇവിടെ ഒരു വീടിൻ്റെ അന്തരീക്ഷം കാണിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് കയറാൻ ഇച്ചിരി പ്രയാസമാണ്, കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫ്ലോ ആയിരിക്കും. ഒരു വീടിൻ്റെ അന്തരീക്ഷം, ആ വീട്ടിൽ ഒരു മരണത്തിൻ്റെ വ്യാപാരം ആ വീടിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മരിച്ചോ? ഇല്ല. അസുഖം എന്താ? പനി. ഇപ്പം പനിക്ക് പല പേരുണ്ട്, തക്കാളി, ആപ്പിള്. അപ്പം അങ്ങനെ ഒത്തിരി ടൈപ്പ് പനികളുണ്ട്. ഇതേത് ടൈപ്പാട്ട്? ഇപ്പോഴല്ലയോ ഈ തക്കാളിയൊക്കെ ഇറങ്ങിയത്. അന്ന് അലുവ പനിയാണോ, കേക്ക് പനിയാണോ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടെ. ഒരു പനി ബാധിച്ചത് നിമിത്തം മെഡിക്കൽ സയൻസിന് ഈ പനിക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ വീരുടെ മരണം മുഖാമുഖം കാണുക. എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പം പറഞ്ഞു, ധൈര്യത്തോടെ പറയണം, വരുമെന്ന് പറയുന്ന ചില വിപത്തുകൾ ഇന്നത്തെ ആരാധനയിൽ ഒഴിയും. നിനക്ക് നേരെ വരുമെന്ന് വെല്ലുവിളിക്കുന്ന ചിലത് ഒഴിഞ്ഞു പോകുന്ന കാഴ്ച നിനക്ക് കാണാം. അത് ആത്മാവിൽ ബോധ്യപ്പെടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ പ്രാർത്ഥന എന്തിനാണ് കർത്താവേ? ഉത്തരം, വരാൻ പോകുന്ന ചിലത് നിനക്ക് മുമ്പിൽ ഒഴിഞ്ഞു പോകേണ്ടതിനാ. ഇന്ന് പകലത്തെ ആരാധനയ്ക്ക് നടുവിൽ ദൈവനിയോഗം ലഭിച്ചവരോട് പറയാം, ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണിന് നേരെ വരുന്ന ചിലത് ഒഴിഞ്ഞു പോകും. നിന്റെ ആരോഗ്യത്തിന് നേരെ വരുന്ന ചിലത് ഒഴിഞ്ഞു പോകും. നിന്റെ കുടുംബജീവിതത്തിന് നേരെ ശൂളം വിളിച്ചു വരുന്ന ചിലതിനെ ഒഴിച്ചു മാറ്റുവാൻ കഴിയുന്ന യേശു. എനിക്കറിയത്തില്ല, ചിലരുടെ ആയുസ്സിന്റെ മേൽ ഇന്ന് പകൽ വിടുതല. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. സമയത്തിന് മുമ്പ് അകാരണമായി ദണ്ണിപ്പിക്കാൻ കാലേ കൂടി ദുരാലോചനമായി ഇറങ്ങിത്തിരിച്ച ദുഷ്ടശക്തികളെ ഇന്ന് പകൽ ശാസിച്ചകറ്റി ചില മരണദൂതന്റെ മേൽ നിനക്കവൻ ജയം പ്രഖ്യാപിച്ച് ഇന്ന് പകലത്തെ ആരാധനയില് നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ ചേഞ്ചാക്കി വിശ്വസിക്കുന്നവന്റെ വീട്ടിൽ നടക്കുന്ന സന്തോഷം നിന്റെ വീടിനകം കൊണ്ടു നിറയ്ക്കാൻ യേശു ശക്തനാ. കൊണ്ട് നോക്കിയ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഒരാമയും പറയണം, ഒരു നല്ല ഹല്ലേലൂയ പറയണം. എനിക്കറിയത്തില്ല, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ വലിയ ഒഴിവുകൾ സംഭവിക്കാൻ പോവാ. പിശാച് കുറിച്ച ചില ഡേറ്റുകൾ ക്യാൻസലായി പോകുകയാ. നിന്റെ ആയുസ്സിനെതിരെ ചിലര് കുറിച്ച ഡേറ്റുകൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഒരു നല്ല ആമീൻ പറയണം. എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം, മരണത്തെ ജയിച്ച ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്കെതിരെ ഹാമാൻ ഒരുക്കി വെച്ച കഴുകുമരം ഒരിക്കവന് നേരെ തിരിഞ്ഞത് ഈ 3-ാമത്തെ ദിവസമാണ്. പ്രാർത്ഥനയിൽ നിറഞ്ഞു നീ പോരാടുമ്പോൾ നിനക്കെതിരെ കഴുകുമരമുണ്ടാക്കി
കെണി വെച്ച് കുരുക്ക് വെച്ച ചില കുരുക്കുകൾ വെച്ചവന് നേരെ തിരിഞ്ഞു മാറിയിട്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് പദവികൾ തരാൻ എന്റെ ദൈവം പദ്ധതിയിടുകയാ. അപ്പൊ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഒരാമീൻ പറഞ്ഞേ. നീ സേവിക്കുന്ന ദൈവം ആരാന്നാ നീ വിചാരിച്ചേ? അപ്പൊ ഈ വേദോസ്തവത്തിൽ വായിക്കുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാ. വായിച്ച സങ്കീർത്തനം, ഹല്ലേലൂയ. സങ്കീർത്തനം എടുത്തേ, കർത്താവിന്റെ സ്തോത്രം. 68-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. വായിച്ചേ, 68-ാം സങ്കീർത്തനം 20-ാം. നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവം ചിലയിടത്തും ഉദ്ധരിക്കാൻ പോകുകയാണ്. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അടുത്തത്, മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആമേൻ. നിനക്കെതിരെ ദുഷ്ടൻ എഴുതി വെച്ച ഡേറ്റുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ബൈബിൾ പറയാ, അതിൽ നിന്ന് നീക്കുപോക്ക് തരുന്നവൻ യഹോവയാ. ഒരാമീൻ പറയണം. എന്നോട് ദൈവാത്മാ പറഞ്ഞു, അനർത്ഥങ്ങളിൽ നിന്ന് നിനക്ക് നീക്കുപോക്ക് തരും ദൈവം, അപകടങ്ങളിൽ നിനക്ക് നീക്കുപോക്ക് തരും ദൈവം. സ്തോത്രം. മനസ്സിലായില്ല? അതെങ്ങനെ? ഇനി ഭക്തന്മാരുള്ള ബന്ധത്തിൽ ശമൂവേലിന്റെ പുസ്തകം ഒന്ന് എടുത്തേ. ജീസസ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം. ജീസസ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 25-ാം അധ്യായം 29-ാമത്തെ വാക്യം അടിവരയിടേണ്ട വാക്യമാണ്. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 25 വേഴ്സ് 29. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്താൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ അവന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അങ്ങനെ നിന്റെ ഭാവിയെ തകർക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവനെ ഭാണ്ഡത്തിൽ കെട്ടുന്നവനാ കർത്താവ്. അറിഞ്ഞു സ്തോത്രം ചെയ്യണം. ഞാൻ ഉറപ്പു തരാം, രക്ഷിക്കപ്പെട്ടവന്റെ ജീവനെ ദൈവത്തിന്റെ ഭാണ്ഡത്തിനകത്ത് കെട്ടി അനർത്ഥത്തിനകത്തു നിന്ന് നിന്നെ രക്ഷിക്കുന്നവന്റെ പേരാ യേശു. എനിക്കറിയത്തില്ല, ഈ ആരാധന നടക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒഴിവുകൾ നടക്കുകയാ എന്ന് പറഞ്ഞാൽ എന്നോട് ദൈവം പറയാ, നിനക്ക് നേരെ വന്ന ചിലത് ഒഴിഞ്ഞു പോകും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ആരോഗ്യത്തിന് നേരെ പാഞ്ഞു വരുന്ന ചിലത് ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ചില മരണത്തിന്റെ മണിനാഥങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. സംഹാരകന്റെ ശക്തികൾ, യേശുവിന്റെ രക്തം, വചനം സ്വീകരിക്കുന്നവരോട് വിളിച്ചു പറയാ, അനർത്ഥങ്ങൾ ഒഴിയുന്നത് ആത്മാവിക്കാണ്. പിശാച് സ്വരുക്കൂട്ടിയ ചില പദ്ധതികൾ ഇന്ന് പകൽ ക്യാൻസൽ ആവും. ടൈം സെറ്റ് ചെയ്ത ടൈം ബോംബിന്റെ പ്രവർത്തനത്തെ നിർവീര്യമാക്കുന്ന പോലെ പിശാച് അവന്റെ ആയുധങ്ങൾ അടിച്ചുവിട്ട് നിന്റെ വീട്ടിൽ അനർത്ഥം വിതയ്ക്കാൻ അവൻ ഒരുക്കിയ കെണികളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ചിലർക്ക് ജീവന്റെ മേൽ വിടുതല. നിനക്ക് ജീവന്റെ മേൽ വിടുതല. നിന്റെ തലമുറയ്ക്ക് ജീവന്റെ മേൽ വിടു. അകത്തും പുറത്തും ദൈവകൃപ പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരിയുടെ വെളിപ്പെടുത്താൻ പറയാം. ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ അഭിഷക്തന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, നീ കുരുങ്ങിക്കിടക്കുന്ന കുരുക്കിനകത്തു നിന്ന് നിന്നെ വലിച്ചു പുറത്തിറക്കാനും കൃപയുള്ളവരാ. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് മകൻ എനിക്കറിയത്തില്ല, എവിടോ ദുഷ്ടൻ വാ തുറന്നിട്ടുണ്ട്, എവിടെയോ അവൻ വാ തുറന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് മകൾ ദൈവം പറയാ, അവന്റെ വായിൽ നിന്ന് നിന്നെ പുറത്തെടുക്കും ദൈവം. നിന്നെ ഒതുക്കി വെച്ചടത്തുനിന്ന് പുറത്തെടുക്കും ദൈവം. നിന്റെ ആരോഗ്യ മണ്ഡലത്തിൽ വിടുതലുകൾ, നിന്നെ കടിച്ചു കൊടയാൻ ശ്രമിക്കുന്ന ചില ദുർവ്യാപാരത്തെ നോക്കി വിളിച്ചു പറയണം, ഇന്ന് മകൾ ചിലവിനകത്തു നിന്ന് നിന്നെ യേശു പുറത്തെടുക്കും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട്
ഒരിക്കലൊരു അമ്മ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു മീറ്റിങ്ങിനകത്ത്, ഒരു കൺവെൻഷനകത്ത് പ്രാർത്ഥന കഴിയും കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നു. ജീസസ്. എനിക്ക് തോന്നുന്ന കുഞ്ഞ് 8-9 മാസമേ ആയുള്ള ആ കുഞ്ഞ്. ജീസസ്. കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചേക്കുക. ഞാൻ ചോദിച്ചു, ബ്രദർ എന്താ കുഞ്ഞിന് പ്രശ്നം? ജനിച്ചേ പിന്നെ കൊച്ചു കരഞ്ഞിട്ടില്ല. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങനെ മലർത്തി പിടിക്കാൻ പറഞ്ഞു. ജീസസ്. എന്നിട്ട് കുഞ്ഞിൻ്റെ തൊണ്ടയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ഞാൻ കാണുന്ന കാഴ്ച, ഒരു ദുഷ്ടശക്തി ഈ കുഞ്ഞിന്റെ നാക്കൽ കടിച്ചു പിടിച്ചിരിക്കുക. ഞാൻ കർത്താവിന്റെ സ്വന്തം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ പിടിവിടാൻ കൽപ്പിച്ചു. ഓ ജീസസ്. ഞാനൊരു നിയോഗമാണ് നിങ്ങളോട് പറയുന്നത്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നത്തെ ആരാധനക്കകത്ത് നിന്റെ അനുഗ്രഹത്തെ കടിച്ചു പിടിക്കുന്ന ചിലതിനെ പിടിവിടാൻ ദൈവം കൽപ്പിക്കും. എന്നോട് ദൈവാത്മാവ് പറയാം, നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ചില വിടുതൽ നടക്കാത്തെ, നീ ഉപവസിക്കാഞ്ഞിട്ടല്ല ചില വിടുതൽ നടക്കാത്തെ. ഏതോ ദുഷ്ടന്റെ വായിൽ നിന്റെ അനുഗ്രഹം കുരുങ്ങിക്കിടക്കുക. എന്നോട് ദൈവം പറയാ, ഇന്നവൻ പിടിവിട്ടിരിക്കും. ചില നന്മകൾ നിന്റെ കൈകളിൽ ദൈവം തരാൻ പോകുക. ശ്രദ്ധിക്കണമേ, ഞാൻ കാണുന്ന കാഴ്ച, ഈ കുഞ്ഞിന്റെ നാക്കയിൽ ഒരു കറുത്ത രൂപം കടിച്ചിരിക്കുന്നു. ഞാൻ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടശക്തിയെ പിടിവിട്. അവിടെ നിന്നവരൊക്കെ ചോദിച്ചു, ഈ ബ്രദർ എന്നാ പ്രാർത്ഥന? പിടിവിട്. ആര് വിടാനാ? ഗ്ലോറി. വെളിപ്പാടില്ലാത്തവൻ ഇത് അറിയത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ചുരുക്കി ഞാൻ പറയാം, കർത്താവ് കുഞ്ഞിനെ ആമി പ്രാർത്ഥിച്ച് വിട്ടു. അന്ന് വൈകിട്ട് 8:30 ജീസസ് ഹല്ലേലൂയ, ആ അമ്മ വിളിച്ചു. കട്ടിലെ കടത്തിയ കുഞ്ഞ് കൈയും കാലും വിട്ടടിച്ച് സൈഡിൽ നിന്ന് താഴെ പോയി. വീണപ്പം മുതൽ കരച്ചിൽ നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മേ വിടുതലായി. നിന്റെ കൊച്ചിന്റെ നാക്ക് കടിച്ച പിടി, അമ്മയുള്ള ഉദരം തൊട്ട് ബന്ധിക്കപ്പെട്ട ബന്ധനം അഴിയാൻ തുടങ്ങി. ഈ ഭാഗത്ത് വന്നപ്പോ ഒരു ദൂതൂടെ പറയാം. ദാവീദ് അപ്പന്റെ ആടുകളെ മേയിച്ചോണ്ടിരിക്കുക. രാമയും വരുന്നില്ല. ആടിനെ മേയിച്ചോണ്ടിരിക്കുമ്പം ഓരോ ഇടയന്മാരുള്ള 100 കണക്കിന് ഇടയന്മാരാ. ആടുകൾ നിന്ന് മേയുമ്പം ദാവീദ് അനുഭവം രാജാവിനോട് പറയുക, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും കരടിയും രംഗത്ത് വന്നു. ഗ്ലോറി. ആടുകളിൽ മുറ്റിയൊരാടിനെ സിംഹം വന്ന് അവന്റെ വാ കൊണ്ട് കടിച്ചെടുത്തു. ഒരാമയും പറയണം. കടിച്ചെടുത്തപ്പോ ആടുകൾ ഓടി, ഇടയന്മാരും ഓടി. ദൈവത്തിന് ഈ സിംഹത്തെ കാണുമ്പോ ഓടുന്ന ഇടയനെ ഇഷ്ടമില്ല. മിണ്ടുന്നില്ല. ചില ഇടയന്മാര് പറഞ്ഞ, ഈ സിംഹം വന്നപ്പോ മരത്തെ കയറാൻ കൃപ തന്നെന്ന്. എന്റെ ഇടയാ, നിന്റെ മരത്തെ കയറ്റ നിർത്ത. നീ എന്നിട്ട് രംഗത്തോട്ട് വാ. ഡയറക്റ്റാ ഫൈറ്റിങ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന ദൂത് ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവിന് മാക്കി ഇടയന്മാര് ചാടി മരത്തെ കയറിച്ച് ദാവീദിനെ വിളിക്കുക. ദാവീദ് എന്നാ പോകരുത്. എന്നാ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, പോകരുത്. ഞങ്ങൾ 45 കൊല്ലമായി ഫീൽഡിൽ സൂക്ഷിക്കണം. സിംഹത്തിന്റെ പുറകെ പോകരുത്. ദാവീദ് പറഞ്ഞു, 45 കൊല്ലം നിന്റെ മേൽ വീഴാത്ത ഒന്ന് കാട്ടിനകത്ത് വെച്ച് എന്റെ മേൽ വീണു. അഭിഷേകം തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ കഴിവല്ല വിഷയം, നിന്റെ മിടുക്കല്ല വിഷയം, നിന്റെ മേൽ പകർന്ന അഭിഷേകമാ. ഇനി മൃഗശാസ്ത്രം പറയാം. വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന നായ്ക്കുട്ടിക്കായാലും തീറ്റ കൊടുക്കുമ്പോൾ കോക്കാമ്പിച്ച് കാണിച്ചാൽ പിന്നെ വല്ലതും പറയണോ? ആർക്കിട്ടും അവൻ കമ്മിയിരിക്കും. ഈ മൃഗശാസ്ത്രം, മൃഗത്തിൻ്റെ പല്ലിൽ രക്തത്തിൻ്റെ ടേസ്റ്റ് വന്നാൽ വിടുകല. ഈ സിംഹത്തിന്റെ പ്രത്യേകത, അവനിങ്ങോട്ട് ഒരു ആടല്ല ഓടും, ഇടയന്മാരോടും അവന് ഇഷ്ടമുള്ളവരെ പിടിക്കും. ചോദിക്കാൻ ആരുമില്ല. എല്ലാവരും ഒത്തന്നിരിക്കത്തില്ല. അഭിഷേകം ചെയ്തവൻ രംഗത്ത് വന്നാൽ, നിയോഗമുള്ളവൻ രംഗത്ത് വന്നാൽ സിംഹത്തിന്റെ വരവ് വെറുതെയാ. ഒരു 10-30 കിലോ ഉള്ള ഒരാടിനെ കടിച്ചുകൊണ്ട് സിംഹം ഇങ്ങനെ നടക്കുമ്പം
ദാവീദ് ഒരു വടിയും കൊണ്ട് പുറകെ വരിക. ദാവീദ് ഒറ്റയാട്ടി സിംഹത്തെ, ഇത് പറയാം, പല്ലുകൾക്കടയിൽ കൊരുത്ത് കടന്ന ആട്ടുംകുട്ടി അടിയുടെ ശക്തിയിൽ ആമി പിടിവിട്ട് ഊർന്നു താഴെ പോയി. ഞാൻ പറയാം നിന്നോട്, നിന്റെ നന്മ ദുഷ്ടന്റെ പല്ലുകൾക്കിടയിൽ കൊരുത്ത് കടന്നാൽ അഭിഷേകത്തിന്റെ സ്പർശനം ആ കുരുക്കിനകത്തുനിന്ന് അതിനെ വിടുവിച്ചെടുക്കും. പ്രവചന ഭാഗം എടുക്കണം. ആമോസിന്റെ പ്രവചനം എടുത്തേ. ഗ്ലോറി, ശ്രദ്ധിച്ചു കേൾക്കണേ. 3-ാം അധ്യായം. ആമോസ് എവിടാ? ഓൾഡ് ടെസ്റ്റ്മെന്റിലാ. ഗ്ലോറി. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. ഒരിടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഒരിടയന്റെ ഡ്യൂട്ടിയാ പറയുന്നത്. ഒരാടിന് 2 കാല്, 2 കയ്യ്, 2 കാത്. ഇങ്ങോട്ട് നോക്കണം, പറയാം. ഒന്നുകൂടെ വാക്യം വായിച്ച്. ഒരിടയൻ 2 കാലോ 2 കാലും ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ. ഇങ്ങോട്ട് നോക്ക്, പറയാം. ഒരാടിന്റെ 2 കാല് അതിവിടാന്നല്ലോ, 2 കൈ മുമ്പിൽ, 2 കാത് അതിന് ഫ്രണ്ടിൽ. ഒരു സിംഹത്തിന്റെ വായ്ക്കകത്ത് ഇതിന്റെ കാലും കൈയും കാത് വരെ കയറിപ്പോയാലും ഇടയൻ അതിനെ വലിച്ചിറക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നിന്റെ വിഷയം 90% ദുഷ്ടൻ വലിച്ചോണ്ട് പോയാലും 99% വിഴുങ്ങിയാലും ഇന്ന് പകൽ വിശ്വസിക്കുക, അതിനെ വലിച്ചിറക്കാൻ. ഇനി പറയാം, 40% അല്ല, 99% സിംഹത്തിന്റെ വായി കയറിപ്പോയാലും ഇടയൻ അതിനെ വലിച്ചിറക്കാൻ പറ്റും. ഗ്യാരണ്ടി പറയുക. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ദൈവാത്മാ പറഞ്ഞു, ദുഷ്ടൻ 99% വിഴുങ്ങിയ ചില കേസ് എന്റെ കർത്താവ് അതിനകത്തുനിന്ന് വലിച്ചു. ഇന്ന് പകൽ ചിലവിന്റെ വായിക്കകത്തു നിന്ന് ചിലവിനെ വലിച്ചിറക്കാൻ. ജീസസ്. ഇവര് ഒരു ഫാമിലിയാണ്. ഇവർ പറയുന്ന സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കോട്ടയം ജില്ലയിൽ ജില്ലാ കോടതിയിൽ ജോലിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 5-ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾക്കൊരു 1.5 വർഷത്തോളം കുട്ടികളില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നൻ്റായി. ഇരട്ട കുട്ടികളായിരുന്നു. ഒരു 5.5 മാസം ആയപ്പോൾ അത് അബോർഷനായിപ്പോയി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും കാര്യത്തിലൊക്കെ ആയിരുന്നു. ഒരു 5-6 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതും ഒരു 6 മാസമായപ്പോൾ വീണ്ടും അബോർഷനായിപ്പോയി. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ 2014 സെപ്റ്റംബർ മാസം KPS മേനോൻ ഹാളിൽ ബ്രദറിൻ്റെ അടുക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ ഒരു 5 വർഷമായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വൈഫ്, ഞാൻ എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകുന്നതുകൊണ്ട് വൈഫൊക്കെ നാട്ടിലായിരുന്നു. അപ്പോഴവൾക്ക് വീട്ടിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴവളും ബ്രദറിൻ്റെ പ്രാർത്ഥന TV-യിൽ കാണുമായിരുന്നു. അപ്പോൾ നേരിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വീടെല്ലാം വാടകയ്ക്കെടുത്തു. വൈഫിനെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. ആദ്യ ദിവസം തന്നെ സ്റ്റേജിൽ ചെന്ന് ബ്രദറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബ്രദർ ഞങ്ങൾക്ക് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് പഞ്ചസാര എല്ലാം തന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വൈഫിന് വിശേഷമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി തിരിച്ച് വന്ന് ഞങ്ങൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വൈഫ് പ്രഗ്നൻ്റാണ്. ജസ്റ്റ് 1 മാസം എപ്പോഴായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും പാടില്ല, നല്ല ബെഡ് റെസ്റ്റ് തന്നെയായിരിക്കണം, ഒത്തിരി നേരം ഇരിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്പോഴേക്കും തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് ഒരാഴ്ച ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ഞങ്ങൾ യാത്ര ചെയ്തു, ദൈവം കാത്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞും ഡോക്ടർ ഒത്തിരി ഇരിക്കരുതെന്നെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ KPS മേനോൻ ഹാളിൽ പോകുമായിരുന്നു. 10 മണി തൊട്ട് 1 മണി വരെയും 1:30-2 മണി വരെയും ഞങ്ങൾ പ്രയറിൽ പങ്കെടുക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞ് യാത്ര ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് 3 മാസവും ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. എല്ലാ ആഴ്ചയും 2 ദിവസം ഞങ്ങൾ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5-5.5 മാസം ആയപ്പോഴാണ് 2 പ്രാവശ്യവും വൈഫിന് അബോർഷനായത്. അതുപോലെ 5.5 മാസമൊക്കെ ആയപ്പോൾ വീണ്ടും ഇതുപോലെ രാത്രി 1 മണിക്ക് പെയിൻ വന്നു.
ഞങ്ങൾ രാത്രി 1:30 ബ്രദറിനെ വിളിച്ചു. ബ്രദർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല. 1 വർഷത്തോളം ആവും. ആ 1:30 മണിക്ക് ഞങ്ങൾക്ക് ഫോൺ എടുത്തു. ഞങ്ങൾക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഞങ്ങളുടെ മോനിപ്പോൾ 7 മാസം പ്രായമായി. 6 മാസമായപ്പോൾ തൊട്ട് ഞങ്ങൾ വരാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ജീസസ്, നോക്കിക്കേ, ദൈവം ഈ കുടുംബത്തിന് വേണ്ടി എത്ര വലിയ കാര്യമാണ് ചെയ്തത്. ഈ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റാലുണ്ടായ കുഞ്ഞല്ല. ജീസസ്, ദൈവം ഇവരെൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു ഡപ്പയ്ക്കകത്തൊരു 10 സ്പൂൺ പഞ്ചസാര കൊണ്ടുവരണം. ഇവരെന്നോട് അന്ന് ഇവരൊത്തിരി നെഗറ്റീവിൽ നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ കാരണം ഇവർക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ടാണ്. 2 പേരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാവിലെ 1 നുള്ളു പഞ്ചസാര നാക്കിലിട്ട് യേശുവെ എന്ന് പറഞ്ഞ് അലിച്ചിറക്കണം. അപ്പോൾ യേശു നിങ്ങളെ വിടുവിക്കും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം KP മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. God bless you.